Good morning, students. അടുത്ത question ഇതാണ്. Check whether the vector 1 minus 2, 2 can be written as a linear combination of the vectors in the set 1, 2, 3, 0, 1, 2, minus 1, 0, 1. 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് മോഡൽ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്ക് മോഡൽ ക്വസ്റ്റൻ പേപ്പറിലെ ക്വസ്റ്റൻ കാണിച്ചു തരാം. പന്ത്രണ്ട് എയിലെ ക്വസ്റ്റൻ ആണ്. Check whether the vector 1 minus 2, 2 can be written as a linear combination of the vectors 1, 2, 3, 0, 1, 2, minus 1, 0, 1. 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് മോഡൽ ക്വസ്റ്റൻ കൊടുത്തിരിക്കുന്നത്. 12 എയിലെ ക്വസ്റ്റൻ ആണ്. 12 എയിലെ ക്വസ്റ്റൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യണം നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഈ തന്നിരിക്കുന്ന വെക്ടറിനെ ഈ 3 വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ 3 വെക്ടർ കൊണ്ട് 3 സ്കെയിലർ എടുക്കാം. ഫസ്റ്റ് നമ്മുടെ വെക്ടർ ഏതാണ്? 1 minus 2. ഈ വെക്ടറിനെ ഈ 3 വെക്ടേഴ്സിന്റെ സ്കെയിൽ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ C1 into 1, 2, 3 plus C2 into 0, 1, 2 plus C3 into minus 1, 0. ഞാൻ ഇന്ന് നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് എലിമെന്റ് 1. ഇവിടെ നമുക്ക് ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? C1. ഇവിടെ എന്താണ്? 0, C2. അടുത്ത എന്താണ്? മൈനസ് C3. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? 1 equal to C1 plus 0, C2 minus C3. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? -2 is equal to 2C1. അടുത്ത എന്താണ്? C2. അടുത്ത എന്താണ്? 0, C3. സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്ന എത്രയാണ്? -2 is equal to 2C1 plus C2 plus 0, C3. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 2 is equal to 3C1 plus 2C2 plus C3. മൂന്നാമത്തെ ഇക്വേഷൻ 2 is equal to 3C1 plus 2C2 plus C3. അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് C1, C2, C3 കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ എക്ലോൺ ഫോമിലോട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യണം. എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോ എക്ലോൺ ഫോമിലോട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? AB. ഓഗ്മെന്റർ മാട്രിക്സ് AB എഴുതാം. AB എഴുതുമ്പോൾ ഫസ്റ്റ് റോയിലെ 1, 0, minus 1, 1. സെക്കൻഡ് റോയിൽ എന്താണ്? 2, 1, 0, minus 2. അടുത്ത റോയിൽ എന്താണ്? 3, 2, 1, 2. അപ്പൊ നമുക്ക് 3 റോ കിട്ടി. 1, 0, minus 1, 1 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 2, 1, 0, minus 2. തേർഡ് റോ 3, 2, 1, 2. ഇനി നമ്മൾ ഇത് ഇക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് റോയുടെ 1ന് താഴെ 2നെ നമുക്ക് 0 ആക്കണം. അതിനെന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടേ? R2 changes to R2 minus 2R. ഈ R2ൽ നിന്ന് 2R കുറയ്ക്കും. ഫസ്റ്റ് റോ അങ്ങനെ എഴുതാം. 1, 0, minus 1, 1. ഈ R2ൽ നിന്ന് 2R, 2ൽ നിന്ന് 2 കുറച്ചാൽ 0. 1ൽ നിന്ന് ഇവിടെ 0. അല്ല 1ൽ നിന്ന് 0 കുറച്ചാൽ 1. ഇനി അടുത്ത് 0ൽ നിന്ന് ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ -2 വരും. അപ്പൊ ഇവിടെ +2. 0, 1, 2 0, 1, 2. ഇനി അടുത്തത് ഈ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ -2ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ -4. അപ്പൊ സെക്കൻഡ് റോ ഇത് വരും 0, 1, 2, -4. ഈ 3നെ നമുക്ക് 0 ആക്കണം. എന്ത് ഓപ്പറേഷൻ ചെയ്യണ്ടേ? R3 changes to R3 minus 3R1. ഫസ്റ്റ് റോനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് R3 നിന്ന് 3R1 കുറയ്ക്കാം. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ 0 ആയി പോകും. ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 2 തന്നെ വരും. ഒരു ചേഞ്ചും ഇല്ല. 0, 2 തന്നെ വരും. ഇനി ഇവിടെയോ 1ൽ നിന്ന് 3 കുറച്ച് ചെയ്യുമ്പോൾ -+3 അപ്പൊ 4 ആവും. ഇവിടെ 2ൽ നിന്ന് ഇത് കുറച്ച് ചെയ്യുമ്പോൾ -3 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് -1. അപ്പോൾ 0, 2, 4, 0, 2, 4, -1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് എലിമെന്റിന് 0 ആക്കണം. രണ്ട് എലിമെന്റ് 0 ആക്കാനായിട്ട് 1, 0, -1, 1, 0, 1, 2, -4 കഴിഞ്ഞു. ഇനി ഈ 2ന് നമുക്ക് 0 ആക്കണം. അതിന് ചെയ്യാവുന്ന ഓപ്പറേഷൻ എന്താണ്? R3 changes to R3 minus 2R2. R2നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് R3ൽ നിന്ന് 2R2 കുറയ്ക്കാം. ഇവിടെ 0 ആവും. ഇവിടെ 2 കൊണ്ട് 0 ആയി പോകും. ഇതിന് 2, 2, 4. 4ൽ നിന്ന്
4 കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 0 അല്ലേ? 2 4 4 - 4 0. ഇതിന് 8 8 ഇവിടെ നമ്മൾ -1 ആണ്. അപ്പൊ -1 നിന്ന് നമുക്ക് +8 കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 0 0 0 7. അപ്പൊ നമുക്ക് ഇതൊരു എക്കലോൺ ഫോം ആയിട്ട് മാറും. എക്കലോൺ ഫോമില് റാങ്ക് ഓഫ് എ എത്രയാണ്? റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് അൺനോൺസ്. ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്യുമ്പോൾ റാങ്ക് ഓഫ് എ 2. ഇനി റാങ്ക് ഓഫ് എ ബി എത്രയാണ്? റാങ്ക് ഓഫ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 3 ആണ്. കാരണം 3 റോ ഉണ്ട്. 1 2 3 റോ നോൺ സീറോ റോസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ എന്താ പ്രത്യേകത? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. നോ സൊല്യൂഷൻ കിട്ടും. therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? 1 - 2 2 1 - 2 2 cannot be expressed as linear combination of vectors. Vectors ഏതൊക്കെയാണ്? 1 2 3. അതുപോലെ 0 1 2. അതാണ് -1 0. നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. cannot be expressed as linear combination. എന്തുകൊണ്ടാണ് cannot be വന്നത്? അവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ റാങ്ക് ഓഫ് എ ബി. വരുമ്പോ നോ സൊല്യൂഷൻ ആണ്. therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ ഗിവൺ വെക്ടർ 1 - 2 2 cannot be expressed as linear combination of the given vectors. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ സ്പേസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളം. ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന വെക്ടറിനെ മറ്റു 3 വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. അതിന് 3 സ്കെയിലേഴ്സ് എടുത്തു, C1 C2 C3. അതിനുശേഷം അതിൽ നിന്ന് എന്ത് ചെയ്തു? 3 ഇക്വേഷൻസ് ഫോം ചെയ്തു. 3 ഇക്വേഷൻസ് ഫോം ചെയ്ത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്തതുപോലെ തന്നെ, ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്തില്ലേ, XYZ കാണുന്ന വിധത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ C1 C2 C3 കണ്ടുപിടിക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? ഓഗ്മെന്റഡ് മാട്രിക്സ് AB എടുക്കുന്നു. ആ ഓഗ്മെന്റഡ് മാട്രിക്സ് ABനെ നമ്മൾ എന്ത് ചെയ്തേ? ബൈ എലിമെന്ററി റോ വൈസ് ഓപ്പറേഷനിലൂടെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എക്കലോൺ ഫോം കിട്ടും. ആ എക്കലോൺ ഫോമിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചേ? എക്കലോൺ ഫോമില് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല. റാങ്ക് ഓഫ് എ നമുക്ക് 2 കിട്ടുമ്പോ റാങ്ക് ഓഫ് എ ബി എത്ര കിട്ടി? റാങ്ക് ഓഫ് എ ബി 3 കിട്ടി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും തുല്യമല്ല എങ്കിൽ നമ്മൾ കേസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ട് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ C1 C2 C3 സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു? ഫൈനലി വി ക്യാൻ സേ ദാറ്റ് 1 - 2 2 cannot be expressed as linear combination of the vectors 1 2 3 0 1 2 -1 0. Okay, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ചെയ്ത് പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും മനസ്സിലാക്കാതെയും അതിനുശേഷം സ്വന്തമായിട്ടിരുന്ന് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് കയറിക്കോളൂ കേട്ടോ. ഓക്കെ, ശരി.